ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ആഴത്തിന്മീതെ ഇരുൾ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. യഹോവയായ ദൈവം 5 ദിനം കൊണ്ട് ഭൂമിയെയും ഭൂമണ്ഡലങ്ങളെയും സൃഷ്ടിച്ചു. 6-ാം ദിനം തന്റെ സ്വന്തം സ്വരൂപത്തിൽ ആണും പെണ്ണുമായി മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്നകന്നു. അവന് പർദീസ നഷ്ടമായി. മനുഷ്യർ ഭൂമിയിൽ പെരുകിത്തുടങ്ങി. യഹോവയായ ദൈവം താൻ സ്വന്തം സ്വരൂപത്തിൽ സൃഷ്ടിച്ച മനുഷ്യരോടുള്ള സ്നേഹം മൂലം കാലാകാലങ്ങളിൽ തന്റെ ജനത്തിന് തക്കതായ നേതൃത്വം ലഭിക്കുന്നതിനായി നേതാക്കന്മാരെ വിളിച്ച് വേർതിരിച്ചു. അബ്രഹാമിലൂടെ, ഇസ്ഹാക്കിലൂടെ, യാക്കോബിലൂടെ യഹോവയായ ദൈവം തന്റെ ജനത്തെ നയിച്ചു. കാലാന്തരത്തിൽ മിസ്രയീം രാജാവിന്റെ അടിമത്വത്തിലായ ഇസ്രായേൽ ജനതയെ വീണ്ടെടുക്കുവാനായി യഹോവയായ ദൈവം മോശയെ നിയോഗിച്ചു. വാഗ്ദത്ത നാടായ കനാൻ നാട്ടിൽ ഇസ്രായേൽ ജനതയെ എത്തിച്ച ശേഷം അവരുടെ ജീവിത സുരക്ഷിതത്വത്തിനായി ന്യായാധിപന്മാരെയും രാജാക്കന്മാരെയും യഹോവയായ ദൈവം നിയമിച്ചു. എന്നാൽ യഹോവയായ ദൈവം തങ്ങളെ നടത്തിയ വഴികളെയും വിധങ്ങളെയും വിസ്മരിച്ച ജനം ദൈവത്തോട് മറുതിരിച്ചു. പ്രവാചകന്മാരിലൂടെ യഹോവയായ ദൈവം തന്റെ ശബ്ദം ജനങ്ങളിൽ എത്തിച്ചു. എങ്കിലും ജനം പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു. തുടർന്ന് 400 സംവത്സരം ദൈവിക ഇടപെടലുകൾ ഇല്ലാതെ ജനം കടന്നുപോയി. 400 വർഷത്തെ നീണ്ട കാലഘട്ടത്തിന് ശേഷം മശിഹായുടെ വരവ് ഒരുക്കുന്നതിനായി യഹോവയായ ദൈവം സ്നാപക യോഹന്നാനെ തന്റെ ജനത്തിന്റെ ഇടയിലേക്ക് അയച്ചു. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാവിത്: കർത്താവിന്റെ വഴിയൊരുക്കുവിൻ, അവന്റെ പാത നിരപ്പാക്കുവിൻ. ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ എന്നിലും ബലവാനായവൻ വരുന്നു. അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. നീ എന്റെ പ്രിയപുത്രി, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. മരുഭൂമിയിൽ 40 ദിവസത്തെ പിശാചിന്റെ പരീക്ഷണത്തിന് ശേഷം പരിശുദ്ധാത്മ ശക്തിയോടെ യേശു ഗലീലയിലേക്ക് മടങ്ങി വന്നു. യേശു 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. അവർക്ക് അപ്പോസ്തലന്മാർ എന്ന് പേർ വിളിച്ചു. ശിഷ്യന്മാർ യേശുവിനോട് കൂടെ നടന്നു. യേശുവിന്റെ പ്രസംഗവും അത്ഭുതങ്ങളും അവരിൽ പുതിയ വെളിച്ചം ഉളവാക്കി. യേശു പെസഹ പെരുന്നാളിനായി ശിഷ്യന്മാരോടൊപ്പം യെരുശലേമിലേക്ക് യാത്ര തിരിച്ചു. തിരുവത്താഴ സമയത്ത് തന്റെ നാഴിക അടുത്തു വന്നിരിക്കുന്നു എന്ന് ശിഷ്യന്മാരെ അറിയിച്ചു. വചന നിവൃത്തീകരണത്തിനായി യേശു മഹാപുരോഹിതന്മാരാലും പരീശന്മാരാലും കുറ്റം വിധിക്കപ്പെട്ട് കാൽവരി മലയിൽ പാപയാഗമായി. യേശുവിന്റെ ക്രൂശീകരണത്തിന് ശേഷം ചഞ്ചലചിത്തരായ ശിഷ്യന്മാരുടെ നടുവിൽ ഉത്ഥിതനായ ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു. നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. എന്നാൽ യേശു പ്രത്യക്ഷനായപ്പോൾ 12 ഒരുവനായ തോമാസ് അവരോട് കൂടെ ഉണ്ടായിരുന്നില്ല. മറ്റു ശിഷ്യന്മാർ അവനോട്, ഞങ്ങൾ കർത്താവിനെ കണ്ടുവെന്ന് പറഞ്ഞാറേ. ഞാൻ അവന്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതിൽ
വിരലിടുകയും ചെയ്തിട്ടില്ലാതെ വിശ്വസിക്കില്ല. 8 ദിവസം കഴിഞ്ഞിട്ട് യേശു വീണ്ടും ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. അപ്പോൾ തോമാസും ഉണ്ടായിരുന്നു. നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എന്റെ കൈകളെ കാണുക. നിന്റെ കൈ നീട്ടി എന്റെ വിലാപ്പുറത്തിടുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. എന്റെ കർത്താവും എന്റെ ദൈവമേ, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും. സ്വർഗാരോഹണത്തിന് തൊട്ടു മുൻപ് ശിഷ്യന്മാരെ സുവിശേഷ ദൗത്യം ഏൽപ്പിച്ചുകൊണ്ട് ഉദ്ധിതനായ ക്രിസ്തു പറഞ്ഞ ഈ വചസ്സുകൾ ലോക സുവിശേഷീകരണത്തിന്റെ അടിസ്ഥാന പ്രമാണമായി കണക്കാക്കാം. കർത്തൃകൽപ്പന പ്രകാരം ശിഷ്യന്മാർ നാനാഭാഗങ്ങളിലും സുവിശേഷം അറിയിക്കുന്നതിനായി യാത്ര തിരിച്ചു. തോമാസ് ലീഹായിക്ക് ഭാരതത്തിൽ സുവിശേഷം അറിയിക്കുന്നതിനുള്ള നിയോഗമാണ് ലഭിച്ചത്. അരാമ്യ ഭാഷയിൽ തൗമ എന്ന പദത്തിന് ഇരട്ട എന്നാണ് അർത്ഥം. തൗമയിൽ നിന്നാണ് തോമ എന്ന പദം രൂപപ്പെട്ടത്. തോമസിന് ദിദിമോസ് എന്നൊരു പേരുകൂടി ഉണ്ടായിരുന്നു. ഇരട്ട എന്നർത്ഥം വരുന്ന ഗ്രീക്കു ഭാഷയിലെ പദമാണിത്. AD 1-ാം നൂറ്റാണ്ടിൽ ഗലീലയിലായിരുന്നു തോമാസിന്റെ ജനനം. അദ്ദേഹം യഹൂദ ഗോത്രക്കാരനായിരുന്നു എന്ന് ചിലരും ഇസാഖാർ ഗോത്രക്കാരനായിരുന്നു എന്ന് മറ്റു ചിലരും അഭിപ്രായപ്പെടുന്നുണ്ട്. AD 28-ലാണ് മറ്റു ശിഷ്യന്മാരോടൊപ്പം മാർത്തോമയും ശ്ലീഹാസ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടത്. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ പുസ്തകത്തിൽ 7-ാമതായും വിശുദ്ധ മർക്കോസിന്റെയും ലൂക്കോസിന്റെയും സുവിശേഷത്തിൽ 8-ാമതായും അപ്പോസ്തല പ്രവർത്തികളിൽ 6-ാമതായും മാർത്തോമാ ശ്ലീഹായുടെ പേരെ കാണുന്നു. പരിശുദ്ധാത്മ നൽവരം പ്രാപിച്ച ശേഷം തോമസ് ആദ്യം പാലസ്തീൻ നാടുകളിൽ സുവിശേഷിച്ചു. പിന്നീട് പൗരസ്ത്യ ദേശത്ത് മാദായക്കാർ, പേർഷ്യക്കാർ, പാർഥ്യക്കാർ എന്നീ വർഗക്കാരോട് സുവിശേഷം അറിയിച്ചു. യേശുവിന് കാഴ്ചകൾ അർപ്പിച്ച കിഴക്കു നിന്നു വന്ന വിദ്വാൻമാരെ മാർത്തോമ പേർഷ്യയിൽ വെച്ച് കാണുകയും അവരോട് ക്രിസ്തുവിനെ സുവിശേഷിക്കുകയും അവർ സത്യവിശ്വാസം സ്വീകരിക്കുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു. പിന്നീട് ഇവർ മാർത്തോമയുടെ സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഏറെ സഹായിച്ചു എന്നാണ് ചരിത്രം. ഇന്ത്യയിലെ രാജാവായിരുന്ന ഗോണ്ടഫോറസിന് കൊട്ടാരം പണിയാൻ ശില്പിയെ തേടി ഹാബാൻ എന്ന മന്ത്രി എത്തിയപ്പോൾ യേശു ഒരു കച്ചവടക്കാരന്റെ വേഷത്തിൽ ഹാബാന് പ്രത്യക്ഷനാകുകയും തോമസിനെ പറ്റി അറിയിക്കുകയും ചെയ്തു. അങ്ങനെ ഹാബാനോടൊപ്പമാണ് മാർത്തോമാ ശ്ലീഹ ഗോണ്ടഫോറസിന്റെ രാജ്യത്തിലേക്ക് യാത്ര തിരിച്ചത് എന്ന് പറയപ്പെടുന്നു. പാർഥ്യദേശവും ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളും ചേർന്നതായിരുന്നു ഗോണ്ടഫോറസിന്റെ രാജ്യമെന്ന് ചരിത്രകാരന്മാർ കരുതുന്നു. ഇന്നത്തെ പഞ്ചാബിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമായിരുന്നു ഗോണ്ടഫോറസിൻ്റേത് എന്ന് കരുതപ്പെടുന്ന നാണയങ്ങൾ കണ്ടെടുത്തിട്ടുള്ളത്. കൊട്ടാരം പണി ഏറ്റെടുത്ത തോമാസ് ലീഹ രാജാവ് നൽകിയ പണം പാവങ്ങൾക്ക് വിതരണം ചെയ്യുകയും സുവിശേഷം പ്രഘോഷിക്കുകയും ചെയ്തു. ഇതറിഞ്ഞ രാജാവ് ഹാബാനെയും തോമാസ് ലീഹായെയും തുറങ്കലിൽ അടച്ചു. എന്നാൽ രാജാവിന്റെ സഹോദരൻ മരണപ്പെടുകയും ദർശനത്തിൽ രാജാവിന് പ്രത്യക്ഷനായി സ്വർഗത്തിൽ തോമാസ് ലീഹ രാജാവിനു വേണ്ടി പണി കഴിപ്പിച്ച കൊട്ടാരത്തെപ്പറ്റി ധരിപ്പിക്കുകയും ചെയ്തു. കാര്യങ്ങൾ ഗ്രഹിച്ച രാജാവ് തോമാസ് ലീഹായെ വിട്ടയച്ചു എന്ന് പറയപ്പെടുന്നു. AD 52-ൽ ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള മലയാളക്കരയായ മുസിരീസിൽ തോമാസ് ലീഹ വന്നിറങ്ങി. അന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും കച്ചവടക്കാർ കേരളത്തിൽ എത്തുക പതിവായിരുന്നു. ആ കാലങ്ങളിൽ യഹൂദന്മാരുടെ സാന്നിധ്യം ധാരാളമായി ഉണ്ടായിരുന്നു. യഹൂദന്മാരുടെ ഈ സാന്നിധ്യമാകാം തോമാസ് ലീഹായെ ഇവിടേക്ക് വരുവാൻ പ്രേരിപ്പിച്ചത് എന്ന് പറയപ്പെടുന്നു.
തോമാസ് ലീഹ തന്റെ സുവിശേഷ പ്രഘോഷണത്തിലൂടെയും അത്ഭുത പ്രവൃത്തികളിലൂടെയും യഹൂദന്മാരെയും തദ്ദേശീയരായ ബ്രാഹ്മണരെയും ക്രിസ്തു മാർഗത്തിലേക്ക് നയിച്ചു. സുവിശേഷത്തിന്റെ തിരുനാളം കേരളത്തിന്റെ വിവിധ കോണുകളിൽ തെളിയിക്കുകയും വിവിധ ദിക്കുകളിലായി 7 പള്ളികൾ സ്ഥാപിക്കുകയും ചെയ്തു. തോമാസ് ലീഹ സ്ഥാപിച്ച 7 പള്ളികളിൽ പ്രഥമ സ്ഥാനമാണ് കൊടുങ്ങല്ലൂർ അഥവാ മാല്യംകര. പാലയൂർ. ജീവനുള്ള ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ച് ഉയരത്തിലേക്ക് വിശുദ്ധനർപ്പിച്ച ജലം അന്തരീക്ഷത്തിൽ തന്നെ നിൽക്കുകയും അതിന് സാക്ഷികളായ ബ്രാഹ്മണ പുരോഹിതന്മാർ സത്യവിശ്വാസത്തിലേക്ക് കടന്നു വരികയും ചെയ്തത് ഇവിടെ വച്ചാണ്. പറവൂർ അല്ലെങ്കിൽ കോട്ടക്കാവ് എന്ന സ്ഥലത്ത് തോമാസ് ലീഹ 3ാമത്തെ പള്ളി സ്ഥാപിച്ചു. വേമ്പനാട്ട് കായലിന്റെ തീരത്ത് കൊക്കമംഗലം എന്ന സ്ഥലത്ത് ശ്ലീഹ 4ാമത്തെ പള്ളിക്ക് അടിസ്ഥാനമിട്ടു. കുട്ടനാട്ടിൽ കൃഷിക്കാരുടെയും സാധാരണക്കാരുടെയും പ്രാർത്ഥനയ്ക്കായി 5ാമത്തെ പള്ളി നിരണത്ത് സ്ഥാപിതമായി. മത്സ്യത്തൊഴിലാളികൾ ധാരാളമുള്ള കൊല്ലത്ത് 6ാമത്തെ പള്ളി സ്ഥാപിച്ചു. മലനിരകളാൽ ചുറ്റപ്പെട്ടതും പ്രമുഖ വ്യാപാര കേന്ദ്രവുമായിരുന്ന നിലയ്ക്കലിൽ 7ാമത്തെ പള്ളി സ്ഥാപിതമായി. സ്നേഹ സന്ദേശവുമായി സഹ്യമലനിരകൾ കടന്നു പോകുന്നതിനു മുമ്പ് ശ്ലീഹ ഒരു അരപ്പള്ളിയും കൂടി സ്ഥാപിച്ചതായി പറയപ്പെടുന്നു. കേരളത്തിലെ സുവിശേഷ ഘോഷണത്തിന് ശേഷം വടക്കേ ഇന്ത്യയിലും ചൈനയിലും പിന്നീട് മടങ്ങിയെത്തി തമിഴ്നാട്ടിലും സുവിശേഷം അറിയിച്ചതായി പറയപ്പെടുന്നു. അവിടെ വെച്ച് മതതീവ്രവാദികളായ ചിലർ തോമാസ് ലീഹായുടെ പ്രവർത്തനങ്ങളിൽ കോപിഷ്ഠരാകുകയും മൈലാപ്പൂരിൽ വെച്ച് തോമാസ് ലീഹ വധിക്കപ്പെടുകയും ചെയ്തു. അപ്പോസ്തലൻ താൻ വധിക്കപ്പെടുന്നതിന് മുൻപായി പള്ളികൾ സ്ഥാപിച്ച ശേഷം ശങ്കരപുരി, പകലോമറ്റം, കള്ളി, കാളിയങ്കൽ എന്നീ ക്രിസ്തുമാർഗം സ്വീകരിച്ച കുടുംബങ്ങളിൽ നിന്നും കൈവപ്പ് നൽകി മൂപ്പന്മാരെ നിയോഗിച്ചു. 16ാം നൂറ്റാണ്ട് വരെ മലങ്കര സഭയിൽ മൂപ്പന്മാരും അവർക്ക് ഒരു സഭാ നേതാവും അടങ്ങിയ ഭരണ സംവിധാനമായിരുന്നു ഉണ്ടായിരുന്നത്. സഭാ നേതാവിനെ മലങ്കര മൂപ്പൻ എന്നറിയപ്പെട്ടു. പിന്നീട് 1653 മുതലാണ് മലങ്കര മൂപ്പൻ മാർത്തോമ എന്ന നാമധേയത്തിൽ അറിയപ്പെടുവാൻ തുടങ്ങിയത്. മലയാളക്കരയുമായി റോമാ സാമ്രാജ്യത്തിനുണ്ടായിരുന്ന വാണിജ്യ ഇടപാടുകൾ മലങ്കര സഭയിൽ റോമൻ ആധിപത്യം പ്രതിഫലിക്കുവാൻ ഇടയായി. എന്നാൽ ചരിത്രപ്രസിദ്ധമായ കൂനൻകുരിശ് സത്യത്തിലൂടെ ആർച്ച് ഡീക്കൻ തോമസ് എന്നറിയപ്പെട്ടിരുന്ന മാർത്തോമ ഒന്നാമന്റെ നേതൃത്വത്തിൽ 1653 മട്ടാഞ്ചേരി ദേവാലയ അങ്കണത്തിൽ മലങ്കര സഭാവിശ്വാസികൾ ഒരുമിച്ചുകൂടി റോമൻ ബന്ധം വിച്ഛേദിച്ചു. 116 പള്ളികളിൽ 84 പള്ളികൾ പോപ്പിനോടൊപ്പവും 32 പള്ളികൾ മാർത്തോമ ഒന്നാമനോടൊപ്പവും നിലകൊണ്ടു. മാർത്തോമ ഒന്നാമനോടൊപ്പം നിലകൊണ്ട മലങ്കര സഭയിലും റോമൻ ആധിപത്യത്തിന്റെ ശേഷിപ്പുകൾ പൂർണ്ണമായി തുടച്ചു മാറ്റുവാൻ സാധിച്ചില്ല. ഭാരതത്തിന്റെ അപ്പോസ്തലനായ തോമസ് അപ്പോസ്തലന്റെ വഴികളിലൂടെ മലങ്കര സഭയെ നവീകരിക്കുക എന്ന ആശയം ആ കാലങ്ങളിൽ ഉടലെടുത്തു. മലങ്കര സഭയിൽ 1843കളിൽ എബ്രഹാം മൽപ്പാന്റെയും
കൈതയിൽ ഗീവർഗീസ് മൽപ്പാന്റെ നേതൃത്വത്തിൽ നവീകരണത്തിനായി ആഹ്വാനം ചെയ്തു. കന്യാമറിയാമനോടുള്ള അപേക്ഷ, വിശുദ്ധന്മാരുടെ മധ്യസ്ഥത, മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന തുടങ്ങിയവ നീക്കം ചെയ്യുവാനായി ആവശ്യപ്പെട്ടു. എന്നാൽ നവീകരണ നേതാക്കന്മാരുടെ ആശയങ്ങളെ സഭാ നേതൃത്വം പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. ഇതിൽ പ്രതിഷേധിച്ച് സുറിയാന ഭാഷയിൽ മാത്രം ചൊല്ലിയിരുന്ന വിശുദ്ധ കുർബാന തക്സ മലയാള ഭാഷയിൽ തർജിമ ചെയ്ത് ആദ്യമായി മാരാമൺ പള്ളിയിൽ എബ്രഹാം മൽപ്പാൻ വിശുദ്ധ കുർബാന അനുഷ്ഠിച്ചു. സെയിന്റ് തോമസ് അഥവാ മാർത്തോമയുടെ വഴികളിലൂടെ സഞ്ചരിക്കുവാൻ ആഗ്രഹിച്ച നവീകരണ പക്ഷത്തിന് ഭൗതിക സമ്പത്തുകൾ മിക്കവയും നഷ്ടപ്പെട്ടു. തുറന്ന വേദപുസ്തകത്തിൽ അധിഷ്ഠിതമായ സഭ കേരള മണ്ണിൽ വളരെ വേഗം വേരോടി. വിശ്വാസ സമൂഹം വളർന്നു. അവരുടെ അധ്വാനം പങ്കിട്ടു. നുള്ളരിയും പിടിയേരിയും കൂട്ടിവെച്ച് സഭ വളർന്നു. ഇന്ന് മലങ്കര മാർത്തോമ സുറിയാനി സഭ ആഗോള സഭയായി പടർന്ന് പന്തലിച്ച് ലോകമെമ്പാടും അരുമനാഥനായ യേശുരക്ഷകനെ സാക്ഷീകരിക്കുന്നു. വലിയ മെത്രാപ്പോലത്തെയായി മാർക്ക് സോസ്റ്റം മെത്രാപ്പോലത്തെയും 21ാമത്തെ മെത്രാപ്പോലത്തെയായി ജോസഫ് മാർത്തോമയും മറ്റ് 11 തിരുമേനിമാരും 946 പട്ടക്കാരും നിരവധി സുവിശേഷകരും 9 ലക്ഷത്തിൽ പരം വിശ്വാസികൾ അടങ്ങിയ സഭ ആത്മീയത കൊണ്ടും പൈതൃകം കൊണ്ടും സമ്പന്നമാണ്. എണ്ണപ്പാടങ്ങളാൽ സമ്പന്നമായ കുവൈറ്റിലേക്ക് 1930കളിലാണ് മലയാളിയുടെ വരവ് തുടങ്ങിയത്. ദിനം തോറും സാമ്പത്തിക പുരോഗതിയിലേക്ക് നീങ്ങിയ ഈ മണ്ണിലേക്ക് മാർത്തോമ വിശ്വാസികളും വന്നു ചേർന്നു. നവീകരണ ദർശനങ്ങളുടെ ആവേശവുമായി വന്നു ചേർന്ന മാർത്തോമാക്കാർ അഹമ്മദി കേന്ദ്രീകരിച്ച് ഭവന പ്രാർത്ഥനകൾ ആരംഭിച്ചു. ഭാഗ്യസ്മരണീയനായ യുഹാനോൻ മാർത്തോമയുടെ കാലയളവിൽ സഭ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഇടവകകൾ സ്ഥാപിച്ച് ആരാധനകൾ ആരംഭിച്ചു. 1952 യുഹാനോൻ മാർത്തോമ യുവ വൈദികനായിരുന്ന കലമണ്ണിൽ റവറൻ ഫിലിപ്പ് ഉമ്മനെ കുവൈറ്റിലെ മാർത്തോമ കൂട്ടായ്മയിലേക്ക് അയച്ചു. 1952 ഏപ്രിൽ 4 അഹമ്മദിയിലെ ആംഗ്ലിക്കൻ ദേവാലയത്തിൽ ആദ്യമായി കുർബാന അനുഷ്ഠിച്ചു. ഇത് ഇന്ന് 6 പള്ളികളായി വളർന്നു പന്തലിച്ചു. 2007 ഏപ്രിൽ മാസം 10-ാം തീയതി ഭാരതത്തിന്റെ അപ്പോസ്തലനായ തോമസ് ലീഹായുടെ നാമത്തിൽ സാൽമിയ സെയിന്റ് തോമസ് മാർത്തോമ ഇടവക രൂപീകൃതമായി. അഭിവന്യ ജോസഫ് മാർ ബർന്നബാസ് തിരുമേനി, എബ്രഹാം മാർ പൗലോസ് തിരുമേനി എന്നിവരോട് സെന്റ് തോമസ് ഇടവക ഏറെ കടപ്പെട്ടിരിക്കുന്നു. ഇടവകയുടെ ആദ്യ വികാരിയായി റവറൻ സണ്ണി തോമസ് കശീശയും തുടർന്ന് തോമസ് കോശി പനച്ചമുട്ടിൽ കശീശയും സേവനമനുഷ്ഠിച്ചു. ഇപ്പോൾ സുനിൽ ജോയ് കശീശ ശുശ്രൂഷ ചെയ്യുന്നു. കുവൈറ്റിലെ വിവിധ ഇടങ്ങളിലായി 406 യൂണിറ്റുകൾ ഇടവകയോട് ചേർന്ന് ഇടവകയുടെ മുന്നോട്ടുള്ള വളർച്ചയിൽ നിസ്തുലമായ പങ്കാളിത്തം വഹിക്കുന്നു. ഇടവക ജനങ്ങളുടെ പ്രാർത്ഥനയും കൈത്താങ്ങലും ഇടവകയെ ഇത്രത്തോളം വളരുവാൻ സഹായിച്ചു. തന്റെ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കൽപ്പന പ്രകാരം അവന്റെ സാക്ഷികളായി അവന്റെ നാമം പ്രഘോഷിക്കും. ഭാരതത്തെ സുവിശേഷ ദീപ്തമാക്കിയ വിശുദ്ധ തോമസ് ലീഹായുടെ ദൈവിക ദർശനം നമ്മെയും മുന്നോട്ട് നയിക്കട്ടെ.